സിനിമയിലുള്ള സക്സസ് എങ്ങനെ കാണുന്നു പിഷാരടി? വെച്ചാൽ ഒരുപാട് മൂവീസ് വഴി അല്ല പിഷാരടി ഒരു അത്രയും ഈ പറയുന്ന നെയിം ഫെയിം കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഓൾറെഡി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെന്ന് വെച്ചു. ഇപ്പോൾ ഉഷാ ഉതുപ്പ് പോത്തമ്പാവയിൽ മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിച്ചു എന്ന് കരുതി അടുത്ത ദിവസം തൊട്ടുള്ള പടത്തിന് മുഴുവൻ അമ്മ വേഷത്തിന് ഇവർ വിളിക്കില്ല. അവർ പാട്ടുകാരി തന്നെയാണ്. IM വിജയൻ സിനിമയിൽ അഭിനയിച്ചാലും അവർ ഫുട്ബോൾ കളിക്കാരൻ തന്നെയാണ്. ഞാൻ സിനിമയിൽ അഭിനയിച്ചാലും ഇപ്പോഴും ഞാൻ സ്റ്റേജ് പെർഫോമർ. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ അഡ്രസ്സ് സിനിമയിലുണ്ടാക്കിയ അഡ്രസ്സിനേക്കാൾ വലുതാണ് എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിന്ന് മുഴുവനായിട്ട് മാറി സിനിമയിൽ ഈ അഡ്രസ്സ് മുഴുവൻ മാറ്റുന്ന രീതിയിൽ ഒരു ഭയങ്കരമായ വരവ് വരണം. അത് വരണമെങ്കിൽ അതുപോലൊരു സിനിമ എനിക്ക് കിട്ടണം. അപ്പം ഞാൻ 2013 3 പടം ചെയ്തുള്ളൂ. ഇമ്മാനുവൽ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, സെല്ലുലോയിഡ്. ഞാൻ സിനിമ ചെയ്യുമ്പോഴും പരമാവധി കോമഡി പെട്ടെന്ന് നമ്മൾ സ്റ്റേജിൽ ചെയ്ത അതേ കാര്യത്തിന് വിളിച്ചാൽ സിനിമയും ചെയ്യാറില്ല. വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും സിനിമയുടെ ഇമേജ് കിട്ടാത്തത്. ഒരു ഡെയിലി കോൺവെർസേഷനിൽ ഇപ്പോൾ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സിനോടല്ല, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനോട് ഇപ്പോൾ പുതിയ ഒരാളെ പരിചയപ്പെട്ടു, ഒരു പിഷാരടി എന്തെങ്കിലും ഫണ്ണായിട്ട് പറയും, അല്ലെ ജോക്സ് ഇപ്പം അടിക്കും, എന്നെ എന്തെങ്കിലും കളിയാക്കും എന്നുള്ളൊരു റിയാക്ഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. ആൾക്കാർ ഇതേ പ്രതീക്ഷിക്കുകയുള്ളൂ. ഞാൻ ഇന്നലെ നേത്രദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ തൃശ്ശൂർ ഒരിടത്ത് പോയി. ഇപ്പം കുറേ പേര് നേത്രദാനമൊക്കെ ചെയ്ത് അവിടെ കുറേ ഡോക്ടർമാരുണ്ട്, അവരുണ്ട്. അവരുടെ കഴിഞ്ഞപ്പോൾ അവസാനം പരിപാടി കാണിക്കണം. ഞാൻ ചോദിച്ചു, ഇവിടെ ഇത്രയും ഡോക്ടർമാരുണ്ട്, ഏതെങ്കിലും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കാണിക്കണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അവിടെ PT ഉഷ വന്നിരിക്കുന്ന ഒരു ചടങ്ങിന് മാഡ് ഇവിടം വരെ വന്നതല്ലേ, 100 മീറ്റർ ഓടിയിട്ടേ പോകാവുള്ളൂ. ഇല്ല, നമ്മളെവിടെ വിളിച്ചാലും ഇത് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യും, ഇത് പറയും. അത് പിന്നെ അവർ ചോദിക്കുന്നതല്ലേ, ഇഷ്ടം കൊണ്ടല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ പറ്റുന്ന പണി ചെയ്തിട്ട് വരും. ഒരുപാട് സ്ഥലം കണ്ടിട്ടുണ്ടല്ലേ ഒരുപാട് സ്ഥലങ്ങൾ? ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? രാജ്യം പറഞ്ഞാൽ UAE മുഴുവൻ, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ, സൗദി, അങ്ങനെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ എല്ലാ രാജ്യങ്ങളും. ഇന്തോനേഷ്യ തന്നെ ജക്കാർത്ത, ബത്താം എന്ന് പറഞ്ഞ 2-3 സ്ഥലങ്ങൾ, സിംഗപ്പൂര്, അമേരിക്ക, 150-200 പേര്. ആഫ്രിക്ക, താൻസാനിയ, UK മുഴുവൻ, USA മുഴുവൻ, കുറെ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. ഓസ്ട്രേലിയ ഒക്കെ പോയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അത് ഇന്തോനേഷ്യയാണ്. അവിടുത്തെ നാണയത്തിന്റെ പേര് കറൻസി രൂപ എന്ന് തന്നെയാണ് പറയുന്നത്. രൂപയുടെ മൂല്യം കുറവാണ്. അവിടെ ചെന്നാൽ നമുക്ക് 2.5 കോടി 3 കോടി രൂപയൊക്കെയാണ് പ്രതിഫലം തരുന്നത്. അത് ഇവിടെ വന്ന് ബാങ്കിൽ മാറുമ്പോൾ 10,000 രൂപ ഉണ്ടാവുള്ളൂ. അപ്പൊ കിട്ടുമ്പോ 2.5 കോടി എന്ന് പറയുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ചേട്ടാ ചായക്ക് എത്രയാ? 1.5 ലക്ഷം രൂപ. അതെടുത്ത് കൊടുക്കുമ്പോ നമുക്കൊരു സന്തോഷം. നമ്മളിതൊന്നും ചെയ്തിട്ടില്ലാത്തവർക്ക്. അതുകൊണ്ട് ഇന്തോനേഷ്യ നല്ല കിടലുമാണ്. ഓക്കെ, ഇങ്ങനെ പോകുമ്പോഴുള്ള എന്തെങ്കിലും രസകരമായ സംഭവങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടോ? പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് റീകളക്ട് ചെയ്ത് എന്തെങ്കിലും ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനും ധർമ്മനും കൂടെ ആണ് ഒരുപാട് യാത്രകൾ പലയിടത്ത് പോയിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു വരാന്തടി ഇങ്ങറ്റത്ത് പെട്ടെന്ന് ചോദിക്കുന്നതുകൊണ്ട് പറയുന്ന ഒരു ഓർമ്മ വന്നതാണ്. വരാന്തടി ഇങ്ങറ്റത്ത് നിൽക്കുന്നു, ധർമ്മൻ റൂം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ലിഫ്റ്റ് പിടിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, വാടാന്ന് പറഞ്ഞു. ഇവൻ ഓടി വന്നപ്പോഴത്തേക്ക് ഞാൻ ലിഫ്റ്റ് എനിക്ക് താഴത്തോട്ട് പോയി. ഇവൻ ഓടി ഇറങ്ങി, ഒരേ നിലയുള്ളൂ. ഇവൻ ഓടി ഇറങ്ങി കാത്തു നിന്നിട്ട് ലിഫ്റ്റ് തുറന്നപ്പം എന്ന് പേടിപ്പിച്ചു. നോക്കിയപ്പോൾ ഒരു അറബിയും കുടുംബം. 2 ലിഫ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ. ഞാൻ ബാക്കിലത്തെ ലിഫ്റ്റ് വന്ന് തുറക്കുമ്പോൾ ഇവനെ അറബി ഇവനെ ഓടിക്കുകയാണ്. ഇവൻ തിരിച്ചൊരു ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഏറ്റവും വലിയ രസം, ഈ ഹോട്ടലിൽ രാവിലെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, അടുത്ത ദിവസം രാവിലെ ഇവൻ വന്ന് പ്ലേറ്റ് എടുക്കുമ്പോൾ ഈ അറബിയും കുടുംബം വരും. ഇവന് തിന്നാൻ പറ്റില്ല, ഇവൻ ഓടിക്കളയും. 3 ദിവസം വരെ ഹോട്ടലിൽ ഈ അറബി കാണാതെ വിളിച്ച് ജീവിച്ചിട്ടുണ്ട് ഇവൻ. അങ്ങനെ ഇഷ്ടം പോലെ അനുഭവങ്ങളൊന്നല്ല, എപ്പോഴും ഇത് തന്നെയാണല്ലോ പണി. ഒരു പേടി സ്വപ്നം ആണോന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും എന്റെ സ്റ്റോക്ക് ഒക്കെ തീർന്നുപോയി, എനിക്ക് ഇനിയും പറയാൻ തമാശകളൊന്നും തീർന്നുപോയി, എനിക്ക് ഐ കാന്റ് മേക്ക് പീപ്പിൾ ലാഫ്, എന്റെ ഗിഫ്റ്റ് പോയി എന്നുള്ളൊരു പേടി വരാറുണ്ടോ എപ്പോഴെങ്കിലും? പോയി എന്നുള്ളത് വന്നിട്ടില്ല, പക്ഷെ പോവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എനിക്ക് വരുന്ന മാറ്റമല്ല, നമ്മൾ സമൂഹത്തിന് വരുന്ന മാറ്റത്തിനൊപ്പം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എല്ലാവർക്കും വരും. ആരാണ് അങ്ങനെയൊക്കെ അല്ലാതെ നിൽക്കാൻ പറ്റുന്നത്? വളരെ കുറച്ച് പേരുണ്ടാവുമായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മളറിയാതെ ഈ ലാസ്റ്റ് ദിനോസർ ചത്തപ്പോഴും ആ ദിനോസർ അറിഞ്ഞില്ല ഈ ലോകത്തിൽ നിന്ന് തന്നെ പോവാന്നുള്ളത്. അവസാനത്തെ ദിനോസറിന്റെ വിചാരം ഇനിയും വേറെ കാട്ടിൽ വേറെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒരു സമയം എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ പറയുന്ന തമാശയ്ക്ക് ആൾക്കാർ ചിരിക്കാതെ വരും. അത് വരാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷേ അങ്ങനെ ഒരു സമയം വരും എന്ന് ഞാൻ പലപ്പോഴും പേടിക്കാറുണ്ട്. പിന്നെ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ സ്റ്റോക്കായിട്ടല്ല ഇങ്ങോട്ട് വന്നത്. നമ്മളിങ്ങനെ അന്നന്നേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് സ്റ്റോക്ക് എൻ്റെ വീട്ടിൽ അലമാരിക്കകത്ത് തമാശ സ്റ്റോക്ക് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് വലിക്കുമല്ല. സ്റ്റോക്ക് തീരുക എന്ന് പറയുന്നത് ശരിയല്ല. സ്റ്റോക്കില്ല, അത് നമ്മൾ കൊടുത്തോണ്ടിരിക്കുക. നമ്മുടെ ഉൽപ്പാദനം നിന്ന് പോകും ചിലപ്പോൾ. സ്റ്റോക്ക് എന്തായാലും ഇല്ല. ഗാന്ധി കുറേ മഹത്വചനങ്ങൾ പറഞ്ഞ ആളാണ്. രാവിലെ എണീറ്റിട്ട് ഇന്ന് 2 മഹത്വചനം പറഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്നതല്ലോ.
പുള്ളി പ്രസംഗിച്ചപ്പോഴും വർത്താനം പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് മഹത്വചനങ്ങളായിട്ട് മാറിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ തമാശകളാണ്, അത് ചിലപ്പോൾ മഹത്തായേക്കാം, ചിലപ്പോൾ കൈവിട്ട് പോയേക്കാം. സൂക്ഷിച്ചിരുന്നാൽ ഇന്ന് വല്ല മഹത്വചനമൊക്കെ കിട്ടും, പിന്നെ നമുക്ക് പറയാലോ. മൂവീസിൽ ചെയ്തിട്ടുള്ള പ്രോമിനന്റ് ക്യാരക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ പിള്ളേച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സെല്ലുലോയിഡിലെ വളരെ സട്ടിലായിട്ട് എഫെമിനേറ്റ് കുറച്ച് ക്യാരക്ടർ ഉള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് പ്ലേ ചെയ്തു അല്ലെ? ആ ക്യാരക്ടറിനെ പറ്റി അല്ലെ എക്സ്പീരിയൻസ് കുറച്ചുകൊണ്ട്. അത് ആ കഥാപാത്രം 1920കളിൽ ജീവിച്ചിരുന്ന ഒരു കഥകളി നടന്റെ ക്യാരക്ടറാണ്. അപ്പൊ കഥകളി നടനായതുകൊണ്ട് കഥകളിയിൽ സ്ഥിരമായി സ്ത്രീവേഷം കെട്ടിയിരുന്ന ഒരു ആളാണ്. അപ്പോൾ അത് ഈ സ്ഥിരമായി സ്ത്രീവേഷം കെട്ടിയത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്, അല്ലാതെ അയാൾക്കൊരു ജന്മവൈകല്യമില്ല. അയാൾ സ്ഥിരമായി സ്ത്രീവേഷം കെട്ടി കുറച്ച് അങ്ങനെയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിലെല്ലാവരും പറയുന്ന ഡയലക്റ്റുകളും എല്ലാം ആ ഒരു കാലഘട്ടത്തിൽ പറ്റുന്നതാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന ആകെയുള്ളൊരു പ്രശ്നം, ഇത്തരം കഥാപാത്രങ്ങൾ മിമിക്രിയിൽ ഒരുപാട് പല കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് ഇതിനൊരു മിമിക്രിയുടെ സ്വഭാവം ഇല്ലാതെ ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കളിക്കണം. ഞാനിത് തലയണ മന്ത്രത്തിലൊരു ഡാൻസ് മാഷായിട്ട് ഒടൂർ ഉണ്ണികൃഷ്ണൻ സാറ് വന്നിട്ടുണ്ട്. ഒരു സീൻ, 2 സീനുള്ളൂ, അതിനൊരു വേറെ കണക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ചെയ്യണമായിരുന്നു. അത് കമൽ സാറ് തന്നെ, ഡയറക്ടർ അവരാണല്ലോ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്, അവർ കൃത്യമായിട്ട് ചെയ്യിച്ചെടുത്തു എന്നുള്ളതേ ഉള്ളൂ. കപ്പൽ മുതലാളി എന്ന് പറഞ്ഞ സിനിമയിൽ ഹീറോ കഥാപാത്രമായിട്ട് മെയിൻ കഥാപാത്രമായിട്ട് ചെയ്തു. അത് ഗുണം ചെയ്തോ അല്ലെങ്കിൽ ദോഷം ചെയ്തോ? ഗുണം ചെയ്തു. അത് ആ പണിക്കൊരു പ്രത്യേകതയുണ്ട്. ഹീറോ എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒരു 500 പേരിൽ താഴെ മാത്രം കേരളത്തിൽ ചെയ്തിട്ടുള്ളൊരു പണിയാണിത്. ആദ്യം നസീർ സാറിൻ്റെ കാലം തൊട്ട് നോക്കി ചരിത്രം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ കുറേ പടങ്ങൾ പലരും വരുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു 10-500 പേര്, 1000 പേര് ചെയ്തിട്ടുണ്ടാകും ഹീറോ ആയിട്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളൊരു പണിയാണ് ഹീറോ ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ അത് ഈ ഹീറോ എന്ന് പറയുന്നത് ഹീറോയിസത്തോടു കൂടിയ ഒരു നായക സങ്കല്പങ്ങളുള്ള കാലഘട്ടത്തിലാണ് ഈ പടം വരുന്നത്. ഞാനതിലൊരു കേന്ദ്ര കഥാപാത്രമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം അതിലഭിനയിച്ച സൂരാജേട്ടനാണേലും സലീമേട്ടനാണേലും മുകേഷ് ഏട്ടൻ, ജഗദീഷേട്ടൻ, എല്ലാവരും വേറെ 100 കൂടെ ഒരുപാട് പടങ്ങളിൽ ഹീറോകളായിട്ടുള്ള ആൾക്കാരാണ് ആ പടത്തിൽ മുഴുവനായിട്ടുണ്ടായിരുന്നത്. ഈ പടത്തിലെ എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പടത്തിൽ ഞാനൊന്ന് വാ തുറന്ന് ചിരിക്കുകയോ ഒരു പർട്ടിക്കുലർ ശബ്ദത്തിന് ഉച്ചത്തിൽ സംസാരിക്കുകയോ ജീൻസ് ഇടുകയോ പോലും ചെയ്തിട്ടില്ലാത്ത വളരെ അന്തർമുഖനായിട്ട് നടക്കുന്നൊരു കഥാപാത്രമാണ്. ഞാനത് എനിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തു. പക്ഷേ ആൾക്കാർ ഈ ചുറ്റുംപുറത്ത് നടക്കുന്ന ഭയങ്കരമായ ഹ്യൂമറിൽ, ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ എന്നുള്ള നിലയിൽ ഹ്യൂമർ പ്രതീക്ഷിച്ചാണ് കൂടുതൽ ആൾക്കാരും വന്നത്. അതിൽ ഹ്യൂമർ ഇല്ലായിരുന്നു, അത്രേ ഉള്ളൂ.